സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം BJPയുടെ ദേശീയ ഭാരവാഹികളെ ദേശീയ അവരുടെ ദേശീയ ടീമിലേക്ക് പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് സെക്രട്ടറിയായി സുരേന്ദ്രൻ വരുന്നു, അനിൽ ആന്റണി വരുന്നു. സാർ, 2027 സംസ്ഥാന തലത്തിൽ ചില സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളും 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇത്. സാർ, എന്തൊക്കെയാണ് ഈ ഭാരവാഹി പട്ടികയുടെ ഒരു ചുരുക്കെഴുത്തെന്ന രീതിയിൽ താങ്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്? BJPയുടെ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാളും വളരെ മുന്നിലാണോ? എന്താണ് സാറിന് ഇതിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്? വളരെ ലളിതമല്ലേ പ്രസാദ്. കാരണം ഇപ്രാവശ്യത്തെ ആഗസ്റ്റ് 15 റെഡ് ഫോർട്ടിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് BJP തയ്യാറാക്കിയിരിക്കുന്ന ഭാവി പദ്ധതി എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചെടുക്കും. അതായത് അവരുടെ മുഖ്യ ലക്ഷ്യം ഇന്ത്യൻ യുവാക്കളാണ്. അതുകൊണ്ടാണ് 2047 ഇന്ത്യ വികസിത രാജ്യമാകും എന്നുള്ള ഒരു സ്ലോഗനെ അടിച്ചുറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതിലേക്ക് എങ്ങനെ നയിക്കാം, അതിലേക്ക് എങ്ങനെ പോകാൻ പറ്റും. അതേപോലെ പ്രാഥമികമായ രീതിയിലുള്ള, ഉദാഹരണത്തിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊക്കെ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാവർക്കും അടിസ്ഥാന സൗകര്യം, അതായത് ശുചിമുറികള്, മറ്റുള്ള ഗ്യാസ്, കുക്കിങ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നേടിക്കഴിഞ്ഞു എന്നുള്ളതൊക്കെ വിവരിച്ചതിന് ശേഷം അദ്ദേഹം പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ യുവാക്കളിലാണ്. ആ യുവാക്കളെ ശ്രദ്ധിക്കാനുള്ള കാരണം BJPക്ക് നല്ല ഇൻഡിക്കേഷൻ കിട്ടി. കാരണം ജന്തർ മന്ദറിൽ CJPയുടെ ആവിർഭാവവും അതിന്റെ നേതൃത്വത്തിൽ നടന്ന ജന്തർ മന്ദർ പ്രക്ഷോഭമൊക്കെ BJPയെ അസ്വസ്ഥമാക്കിയെങ്കിലും അവർ അതിനകത്ത് നിന്ന് ഗംഭീരമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതിന് തയ്യാറാകുന്നു എന്നുള്ളത് ഈ പ്രധാനമന്ത്രിയുടെ ഈ റെഡ് ഫോർട്ട് സ്വാതന്ത്ര്യദിന പ്രസംഗം, എനിക്ക് തോന്നുന്നു 1.25 മണിക്കൂറാണെന്ന് തോന്നുന്നു, അല്ലേ? 1 മണിക്കൂർ ഏറെ, 1.25 മണിക്കൂറാണെന്ന് തോന്നുന്നു അദ്ദേഹം പ്രസംഗിച്ചു. അപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും ദീർഘമായിട്ടുള്ള ദിനത്തിലെ പ്രസംഗമായിരുന്നു ഇത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഗതി ഈ യുവാക്കളുടെ വിഷയം ഒരു ദേശീയ വിഷയവും അന്തർദേശീയ വിഷയവുമായി മാറിയിട്ടുണ്ട്. അതിന് 2 കാരണങ്ങൾ നമ്മൾ കാണണം. ഇന്നിപ്പം ലോകവ്യാപകമായിട്ട് ഈ തൊഴിലുള്ള യുവാക്കളുടെ തൊഴില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ TCSന്റെയും ഇൻഫോസിസിന്റെയും ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഈ റവന്യൂ ഏകദേശം 4%, ചിലയിടത്ത് 25-6% ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് അവരുടെ ഈ നിലവിലുണ്ടായിരുന്ന ഈ തൊഴിൽ സേന അല്ലെങ്കിൽ അവരുടെ ഈ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ 20% വെച്ചാണ് കുറവ് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. തൊഴിലാളികളുടെ എണ്ണത്തിൽ 20% കുറയുന്നു, അതേസമയത്ത് സ്ഥാപനങ്ങളുടെ വരുമാനം 4, 5, 6% വർദ്ധിക്കുന്നു. ഇതൊരു ആഗോള പ്രതിഭാസമാണ്, നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ളതല്ല. അങ്ങനെ വൈറ്റ് കോളർ ജോബ്സ് ഈ ഗിഗ് ജോബ്സ് ആയിട്ട് മാറിയിരിക്കുന്നു. ഇപ്പൊ ഈ ഗിഗ് ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താൽക്കാലികമായിട്ടുണ്ടാവുന്ന ജോലികളാണ്. അതായത് ഈ സ്വിഗ്ഗി, യൂബർ, ഇങ്ങനെയൊക്കെയുള്ള ജോലികളാണ് ഇപ്പൊ ഗിഗ് ജോബ് എന്ന് പറയുന്നത്. ഇപ്പൊ ആ ഗിഗ് ജോബ് എന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബിലേക്ക് മാറിയിരിക്കുന്നു. അതിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ വരുന്നു. ഇങ്ങനെ ഒരു പുതിയ മാറ്റം ലോകമെമ്പാടും നടക്കുന്നു. അതോടൊപ്പം തന്നെ അപ്പൊ ഈ തൊഴിലുള്ളവരുടെ, അതായത് മെച്ചപ്പെട്ട തൊഴിലുള്ളവരാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ AI വരവോടുകൂടി, നിർമ്മിത ബുദ്ധിയുടെ വരവോടുകൂടി അപ്പൊ ഈ തൊഴിലുള്ളവരുടെ തന്നെ തൊഴിൽ നഷ്ടമാകുന്ന സ്ഥിതിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയും പഠിച്ചിറങ്ങിയവരുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്ര ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും വലിയ പ്രതീക്ഷ ഈ മധ്യവർഗ സമൂഹത്തിനുള്ളത് ഈ ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലാണ്. അതോടൊപ്പം തന്നെ ഈ പഠനത്തിനുള്ള സൗകര്യങ്ങളിലാണ്. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏക മാർഗമായ ഒരു വാതിൽ എന്ന് പറയുന്നത് ഈ പൊതു മത്സര പരീക്ഷകളും വിദ്യാഭ്യാസ സമ്പ്രദായവും ജോലി ലഭിക്കാനുള്ള സമ്പ്രദായവും ഒക്കെയാണ്. അത് തകരാറിലായപ്പോഴത്തേക്കുണ്ടായ ഒരു പ്രശ്നമാണ് ഈ ജന്തർ മന്ദറിൽ കണ്ടത്. അതിനെ BJP തിരിച്ചറിഞ്ഞിരിക്കുന്നു. തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ നന്ദൻ നിലേക്കനി
അതേപോലെ നമ്മുടെ ISROയുടെ സോമനാഥ്, IIT ഡയറക്ടർ കാമകോടി ഇവരുൾപ്പെടെയുള്ള ഒരു സംഘത്തെ രൂപീകരിച്ചിട്ട് ഈ പരീക്ഷ, ഈ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനം സുഗമമാക്കാനും ഭദ്രമാക്കാനും കുറ്റമറ്റതാക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അവരതിന് ചുമതല ഏർപ്പെടുത്തും. തീർച്ചയായിട്ടും ഒരു കുറ്റമറ്റ സമ്പ്രദായം വരും എന്നുള്ളതിൽ സംശയമില്ല. കാരണം നന്ദൻ നിലേക്കനിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഈ ഉപയോഗിക്കുന്ന നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലും അതേപോലെ നമ്മുടെ പേയ്മെന്റ് UPIയുടെ പേയ്മെന്റ് സിസ്റ്റം ആണെങ്കിലും നമ്മുടെ ആധാർ കാർഡ് ആണെങ്കിലും എല്ലാത്തിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അതിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നന്ദൻ നിലേക്കനി. എത്ര മനോഹരമായിട്ടാണ് UPI ഒക്കെ ലോകം മുഴുവൻ വ്യാപിക്കുന്നില്ലേ? അപ്പൊ അത്രയും കുറ്റമറ്റ രീതിയിൽ ഒരു പരീക്ഷാ നടത്തിപ്പ് രീതി ഈ നന്ദൻ നിലേക്കനി കൊണ്ടുവരും എന്നുള്ളതിൽ സംശയമില്ല. എന്നിട്ട് അതേപോലെ തന്നെ ഗവേഷണത്തിന് മാറ്റിവെക്കുന്ന തുക, അതേപോലെ 1 കോടി യുവാക്കൾക്കായിട്ട് മാറ്റിവെക്കുന്ന ഈ സംരംഭത്തിന് മാറ്റിവെക്കുന്ന സംഗതി. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ചെയ്യുന്നവരെയും വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്നവരെയും സ്വയം താല്പര്യമായിട്ട് മുമ്പോട്ട് വരാൻ താല്പര്യമുള്ളവരെയും ഈ എഴുത്തും വായനയും അറിയാൻ വയ്യാത്തവർക്ക് പോലും സാങ്കേതിക പരിശീലനം നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ബൃഹത് പദ്ധതിക്ക് യുവാക്കളെ, കാരണം 60% യുവാക്കളാണ്, അവരെ കേന്ദ്രീകരിക്കുന്ന ഒരു പദ്ധതി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് 2047 ഇത് ഇന്ത്യ വികസിത രാജ്യമാകും എന്നുള്ള ഒരു ഉറപ്പ് ആവർത്തിച്ച് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് വേദികളിൽ പ്രസംഗിക്കുന്ന നേതാക്കന്മാരും ആവർത്തിക്കുന്ന ഒരു സ്ലോഗനാണ് 2047 എന്ന് പറയുന്നത്. കാരണം ഇനി ഒരു കഷ്ടിച്ച് 20 വർഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു 15 വയസ്സോ 16 വയസ്സോ ഉള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ 20 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവൻ 40 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു വികസിത രാജ്യത്തിൽ ജീവിക്കും എന്നുള്ള ഒരു സ്വപ്നം ഈ യുവാക്കളിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇതാണ് പ്രധാനമന്ത്രിയുടെ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ അതിൽ വ്യക്തത വന്നു. അതിനെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സജ്ജമായ രാഷ്ട്രീയ സംവിധാനം, അതിന്റെ പൊളിച്ചെഴുത്താണ് ഇപ്പൊ ഇന്നലെ നമ്മൾ പുറത്തു വന്നിരിക്കുന്ന ഭാരവാഹികളുടെ നിയമനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിതിൻ ദമീൻ യുവാവായിട്ടുള്ള പാർട്ടി പ്രസിഡന്റാണ്. അതേപോലെ ആ പ്രായമുള്ള ആൾക്കാരെ മുഴുവൻ വൈസ് പ്രസിഡന്റുമാരെ നിലനിർത്തണം. ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ മുഴുവൻ വൈസ് പ്രസിഡന്റുമാരാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മധ്യവയസ്കരായിട്ടുള്ള വളരെ ചുറുചുറുക്ക് അവശേഷിക്കുന്ന നേതൃത്വ നിരയെ ജനറൽ സെക്രട്ടറിമാരാക്കുന്നു. അതിൽ തന്നെ ഇപ്പൊ സ്മൃതി ഇറാനിയൊക്കെ നോക്കിക്കോണം. ഇനി വഹിക്കാൻ സ്മൃതി ഇറാനി അവർ രംഗത്തേക്ക് ഇറക്കി കഴിഞ്ഞു. സ്മൃതി ഇറാനിയിലൂടെയൊക്കെ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റമൊക്കെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ വളരെ ഇലക്വന്റായിട്ട് പുറത്തേക്ക് വരികയുണ്ടായി. അപ്പോൾ അത്തരത്തിലൊരു മധ്യനിരയിലൂടെയുള്ള നേതാക്കളിലൂടെ ഒരു വലിയൊരു വ്യാപനം, അതോടൊപ്പം തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നമ്മുടെ കെ സുരേന്ദ്രനൊക്കെ വളരെ ഉയർന്ന സ്ഥാനമുണ്ട്. രണ്ടാമത്തെ ആ പട്ടികയുടെ രണ്ടാമത്തെ പേരായിട്ടാണ് കെ സുരേന്ദ്രന്റെ. അതുപോലെ അനിൽ ആന്റണി. അപ്പൊ അങ്ങനെയുള്ള മറ്റൊരു നിരയെ ഈ സെക്രട്ടറിമാരായിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പൊ അതിനൊരു ഒരു മുന്നണി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു സേനയെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പാർട്ടി ഒരു പുതിയ സേനയെ, ഒരു യുവാവായിട്ടുള്ള ദേശീയ പ്രസിഡന്റിന്റെ കീഴിൽ ഒരു പുതിയ ടീമിനെ നദിൻ നബീന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഈ നദിൻ നബീൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ പ്രാദേശികമായിട്ട് പോയി അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ വളരെ മനോഹരമായിട്ട് ജനങ്ങളെ ഉണർത്തി അതിനെ വോട്ടാക്കാൻ വിദഗ്ധരായ ഒരു വ്യക്തിയാണ് ഈ നദീൻ നബീൻ. അങ്ങനെയാണ് നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത, ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും ബീഹാറിലെ MLA മന്ത്രിയും ഒക്കെ ആയിരുന്നു, എങ്കിൽ പോലും ദേശീയ തലത്തിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഈ നദീൻ നബീനെ ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം ഇപ്പൊ ഓണത്തിന് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നു. കാര്യം എന്താണ്? ഈ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം BJP വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോ ഇടതുപക്ഷം എന്ന് പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു തകർച്ച നേരിടുന്ന ഒരു സാഹചര്യമാണ്. ആ തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ അതേസമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ വലിയ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് VD സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇത് വളരെ അനുകൂലമായ ഒരു ഘടകമാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഇന്ത്യയിൽ എല്ലായിടത്തും വന്ദേമാതരം ചൊല്ലി, ഇവിടെ ചൊല്ലിയില്ല. അപ്പൊ ആ അവസരത്തെ നന്നായിട്ട് ഉപയോഗിക്കുക എന്ന BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം, അതിന്റെയും കൂടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഓണക്കാലത്ത് നദീൻ നബീൻ നമ്മുടെ BJP അധ്യക്ഷൻ കണ്ണൂർ വരികയും അവിടെ ഈ ബലി ദാനം ചെയ്ത് RSSകാരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കാൻ ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ
ദേശീയ നമ്മുടെ കേരളത്തിലൊക്കെ ഓണ സമയത്ത് അത് വലിയ ചർച്ചാ വിഷയമാകുന്ന സംഗതിയാണ്. അപ്പൊ ഈ രീതിയിലൂടെ ഒരു രാഷ്ട്രീയമായി വളരെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഈ അജണ്ട ഒന്ന് മാറ്റിപ്പിടിക്കുക. അവിടെയാണ് ഇപ്പം ബി ജെ പിയുടെ ഈ ഒരു ശ്രദ്ധ കാണുന്നത്. നമ്മൾ ഈ ജന്തർ മന്ദർ സമരത്തിന് ശേഷം അജണ്ട അവർ മാറ്റി എന്നുള്ളതാണ്, ഫോക്കസ് മാറ്റി എന്നുള്ളത്. യുവാക്കളുടെ ഇപ്പം യുവാക്കളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതികളൊക്കെ നേരെ ഉണ്ടായിരുന്നെങ്കിലും മെയിൻ ഫോക്കസ് ആയിട്ട് മുഖ്യ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് യുവാക്കളെ മാറ്റി എന്നുള്ളതാണ്. ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കും. ഇത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഇത് സഹായകമാകും. അതോടൊപ്പം തന്നെ ഇപ്പൊ ഗവൺമെന്റിന് ഇപ്പൊ 2029 വരെ ഗവൺമെന്റ് അധികാരത്തിലുണ്ട്. അപ്പൊ ഈ അധികാരത്തിലുള്ള സർക്കാർ ഇനി ഇതുപോലുള്ള പദ്ധതികളുമായിട്ട് ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നതിനും വളരെ അനുകൂലമായ ഘടകമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അവസ്ഥയാണെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അവർക്ക് അവരുടെ ഒരു ചടങ്ങ് പോലും മര്യാദയ്ക്ക് സംഘടിപ്പിക്കാൻ ശേഷിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ അതേ സമയത്ത് ഈ ഇന്ത്യയിൽ എന്തും പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു സൂചനയും ഈ ജന്തർ മന്ദർ പ്രക്ഷോഭം ഉയർത്തിവിടുന്നുണ്ട്. അത് നിസ്സാരമായി കാണാൻ പറ്റില്ല. അത് പ്രാദേശികമായിട്ട് എങ്ങനെ പ്രതിഫലിക്കും, ദേശീയ തലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും, അത് ഈ CJP എന്നുള്ള യുവാക്കളുടെ കൂട്ടായ്മ, കാര്യം ഈ യുവാക്കളുടെ ഇടയിൽ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ നിർമ്മിത ബുദ്ധി ലോകത്തില് ഈ കാലമാറ്റം കാരണം, അത് ഈ ഗവൺമെന്റിന്റെ മാത്രം പ്രശ്നമല്ല, ആഗോളതലത്തിലുള്ള പ്രശ്നമാണ്. അപ്പൊ അത് പ്രാദേശികമായിട്ട് എങ്ങനെ, സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഗവൺമെന്റിന് നേർക്കാണ് തിരിയുക. അപ്പൊ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെ സാധ്യതയും ഈ ഗവൺമെന്റ് കണക്കിലെടുക്കുന്നുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട, അതിന്റെ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ നടത്തിയതും. അതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പുതിയ ഭാരവാഹികളെ അവർ നിയമിച്ചിട്ടുള്ളത്. ഈ പുതിയ ഭാരവാഹികളെ നിയമിക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള സംഗതി, ആ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിൽ ഒരു പുതിയൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. ആ പുതിയ ടീം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു പുതിയ ടീമല്ല, നിലവിലുള്ളതിൽ വെച്ച് തന്നെ ഒരു യുവാവായ അധ്യക്ഷനെ മുകളിൽ വെക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃപാടക ശേഷിയും സംഘാടക ശേഷി, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശേഷി സംഘാടക ശേഷിയാണ്. ആ സംഘാടക ശേഷിയുള്ള നേതാവിന് മുമ്പിൽ വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള BJPയിലെ നേതാക്കന്മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഒരു സേനയെ, ഒരു സൈന്യ വിന്യാസം പോലെയാണ് ഇപ്പൊ ഇങ്ങനെ പാർട്ടി ഈ ഇത് പിന്നെ നമ്മുടെ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് ആ ഒരു ടീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഈ റംബാട്ടിൽ അവരുടെ റെഡ് ഫോർട്ടിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു എന്താ പറയുക, ഒരു സാക്ഷാത്കാരമായിരിക്കും അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും BJP ആവുന്ന സ്ഥിതിക്ക്, കാരണം അവർ കിട്ടുന്ന അവസരങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാവുന്ന ഒരു തന്ത്രം BJPക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ചായവാല എന്ന് മണിശങ്കർ അയ്യർ മോദിയെ കളിയാക്കി വിളിച്ചു. അത് ഉപയോഗിച്ചുകൊണ്ടും ഏതാണ്ട് 1-2 തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ പോലും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിക്കാൻ വൈദഗ്ധ്യമുള്ള ഒരു നേതൃത്വമുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് ഈ ഒരു മാറ്റം, BJPയുടെ ഈ തിരിച്ചറിവും അതോടൊപ്പം തന്നെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തതും ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഒരു പുനഃസംഘടനയും ഒക്കെ അവരുടെ ലക്ഷ്യത്തിനെ വലുതായിട്ട് പരിക്കേൽപ്പിക്കുക എന്ന് മാത്രമല്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് തന്നെ വേണം കരുതേണ്ടത്. സാർ, അങ്ങനെ പറയുമ്പോൾ സാറ് തന്നെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ നമ്മൾ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ സംസാരിച്ച 2047 കാര്യം പറഞ്ഞു. സാർ, അപ്പോൾ ഇനി ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? ഇനി ഒരു പ്രതിപക്ഷം പോലും ഇവിടെ കാണില്ല. കാര്യം അത്ര കണ്ട് പറഞ്ഞോളൂ സാർ. അല്ല, അവിടെയാണ് പ്രശ്നം. കാര്യം പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ നിന്നാണ് CJP ഉയർന്നു വന്നത്. BJP ഉണ്ടായത്, അതാണ് നമുക്ക് CJP ഉണ്ടായത്. അത് പ്രതിപക്ഷം ഇവിടെ ഇല്ല. അതാണ് രാഹുൽ ഗാന്ധിയുടെയും ഈ പ്രിയങ്ക ഗാന്ധിയുടെയും ഈ KC വേണുഗോപാലൻ എന്ന് പറഞ്ഞ നേതാവിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേശീയ നേതൃത്വമല്ലേ കോൺഗ്രസിനുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളതാണ്, ഈ മല്ലികാർജുൻ ഖാർഗെക്ക് പകരം ശശി തരൂർ ആയിരുന്നെങ്കിൽ അവസ്ഥ മാറുമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു പക്ഷെങ്കിൽ BJP ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പോ ഈ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യമല്ല. അതാണ് എന്റെ പ്രശ്നം. വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പിന്നിലാണ് ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പക്ഷേ
ഈ പ്രതിപക്ഷം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഇപ്പൊ നമ്മൾ ഓരോ ദിവസവും കാണുന്തോറും ഈ ജന്തർ മന്ദർ സമരം ഉയർത്തിവിട്ട ഒരു തരംഗമുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഈ മാർ അത്തനേഷ്യസ് കോളേജിൽ കാണുന്ന ഒരു സമരം അതെ നോക്കുക. അതെ അതിനകത്ത് കോതമംഗലം. ഈ ഇതിന്റെ കോതമംഗലം ഇതിന്റെ പ്രതിഫലനം കാണാം. അതേപോലെ അതെ ജെൻ അൽഫ യു പിയിലും രാജസ്ഥാനിലും കുട്ടികൾ അവരുടെ ആവശ്യങ്ങൾ ഇല്ലാവുന്നപ്പോഴത്തേക്ക് ഉയർന്നത് കണ്ടു. അവിടെയും ഗവൺമെന്റിന് അവരുടെ അടുത്തേക്ക് എത്തി അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടി വന്നു. ഇത് അതെ ഒരു ദേശീയമായ ഒരു സംഗതിയായി മാറിയിരിക്കുന്നു. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ സുതാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാരെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. അപ്പൊ പൊതുവികാരം ഈ രീതിയിൽ രാജ്യത്തെമ്പാടും യുവാക്കളുടെ ഇടയിലുണ്ട്. ഒരു രാജ്യത്തിന്റെ 60% യുവാക്കളാവുന്ന സമയത്ത് ആ ഊർജം എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളതായിരിക്കും. അപ്പൊ അതിനെ വളരെ ബോധപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടമാണെന്നുള്ള തിരിച്ചറിവും BJPക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ സാധ്യതകളെ ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ BJP മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസ് തന്നെ ആവണമെന്നില്ല പ്രതിപക്ഷം. ഓരോ തീർച്ചയായും സംസ്ഥാനങ്ങളിലും എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ശക്തമായ നീക്കമാണ്, ഒരു പ്രഖ്യാപനമാണ് ഈ പ്രധാനമന്ത്രി പുതിയ മോദി പരാമർശം. റെഡ് ഫോർട്ടിൽ വെച്ച് നടത്തിയ സാധനം. അത് ഈ ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെക്കുകയായിരുന്നു. നന്ദി. താങ്ക് യു സാർ.